ഞാൻ മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു. അതവിടുത്തെ പുത്രനെ പറ്റി വിജാതിരുടെ ഇടയിൽ പ്രസംഗിക്കേണ്ടതിനായി അവനെ എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടതിനായിരുന്നു. പൗലോസ്ലീഹായുടെ വാക്കുകൾ ബ്രദർ വർഗീസ് ഒരു പുറവും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ദൈവം എന്നെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തു. മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വിളി എനിക്കുണ്ടായിരുന്നു. ഇന്ന് അനേകായിരങ്ങളോട് സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട്, ദൈവത്തെ വെളിപ്പെടുത്തി തരുവാൻ വേണ്ടി അതെൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെ സംഭവിച്ചു. ബ്രദറെ, കഴിഞ്ഞ ആഴ്ചയിൽ ബ്രദറിൻ്റെ ദൈവാനുഭവങ്ങൾ അനേകം മാതാപിതാക്കൾക്ക് വലിയ ആശ്വാസദൂതായിട്ട് മാറുകയുണ്ടായി. ഈ എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ദൈവാനുഭവം ഉണ്ടായതിന് ശേഷമുള്ള അങ്ങയുടെ ജീവിതാനുഭവങ്ങളാണ്. മാനസാന്തരം ഉണ്ടായി വീട്ടിൽ വന്നു. അപ്പനും അമ്മയ്ക്കും അതൊരു വലിയ അനിർവചനീയമായ സന്തോഷം ഉളവാക്കുന്ന അനുഭവമായി തീർന്നു. ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നത് അവർ വന്ന് കണ്ടു. ആ അനുഭവം ഒന്ന് വിവരിക്കാമോ? ധൂർത്തപുത്രൻ മടങ്ങി വന്നപ്പോൾ അപ്പൻ വലിയ സദ്യയൊക്കെ ഒരുക്കി അവനെ സ്വീകരിച്ചതുപോലെ തന്നെയുള്ള ഒരു അനുഭവമായിരുന്നല്ലോ അല്ലേ? തീർച്ചയായിട്ടും. എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും ഒരു കൈക്കുഞ്ഞ് മാതാപിതാക്കളുടെ കയ്യിൽ കിടക്കുന്ന പോലെ ഞാൻ അവരെ ഇങ്ങനെ പറ്റിച്ച് കിടന്ന് ആ പ്രാർത്ഥനാ മുറിയിൽ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കുറേ നേരം നിന്നു. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സ്നേഹം, എൻ്റെ അപ്പച്ചൻ എൻ്റെ മോനേന്നാണ് അവനെ വിളിക്കുന്നതൊക്കെ. പിന്നെ കർത്താവ് എന്നെ അത്ഭുതകരമായിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കിയ അനുഭവങ്ങൾ. എൻ്റെ അപ്പച്ചൻ അമ്മച്ചി എനിക്ക് വേണ്ടി 8.5 വർഷം ഉപവസിച്ച് നോമ്പ് തോറ്റ് പ്രാർത്ഥിച്ചു, എൻ്റെ മാനസാന്തരത്തിന് വേണ്ടി, എൻ്റെ ഈ തകർന്ന ജീവിതത്തിൽ നിന്ന് എന്നെ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതിനു മുമ്പ് എനിക്കോട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ അപ്പച്ചൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് 50 നോമ്പിൻ്റെ ദിവസങ്ങളിൽ എൻ്റെ അപ്പച്ചൻ 50 ദിവസം ഒരു നേരം ഭക്ഷണം, ഡയബറ്റിക് പേഷ്യൻ്റാണ് എൻ്റെ അപ്പച്ചൻ, ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ആ അപ്പച്ചൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഭവന സന്ദർശനങ്ങൾ നടത്തി യേശുവിനെ കുറിച്ച് പങ്കുവെക്കാൻ എനിക്ക് അവസരം തന്നു. എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൻ്റെ ബാലപാഠം എൻ്റെ അപ്പച്ചനാണ്. എൻ്റെ അപ്പച്ചന് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷേ വിശുദ്ധ ബൈബിളിലെ എല്ലാ സംഭവങ്ങളും കാണപ്പെടാം. അത്ര ഭയങ്കര നല്ലോണം വേദപുസ്തകം വായിക്കും, പള്ളിയിൽ പ്രസംഗിക്കും, പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ പ്രസംഗിക്കുന്നതൊക്കെ അപ്പച്ചനാ. അങ്ങനെ ആ അപ്പച്ചൻ്റെ കൂടെ ശുശ്രൂഷയ്ക്ക് പോകാനായിട്ടുള്ള അവസരം കിട്ടി. എൻ്റെ അപ്പച്ചന് അന്ന് എനിക്ക് 24 വയസ്സ് ഒക്കെ പ്രായമാണ്. അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങൾ ഒരുമിച്ച് പിന്നെ ശുശ്രൂഷയ്ക്ക് പോയി. എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മച്ചി സൗഖ്യം പ്രാപിച്ചു. നടക്കാൻ പള്ളിയിൽ പോലും പോകാതെ അമ്മ കുറേ നാൾ കിടന്നു. എൻ്റെ സഹോദരി 6 മാസത്തിനകം മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ വിധി കൽപ്പിച്ചിരുന്നു. ആ സഹോദരി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. വൈദ്യശാസ്ത്രം, അതായത് അവസാനം ഞങ്ങൾ പോയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജോയി ഫിലിപ്പ് എന്ന് പറയുന്ന ഡോക്ടറായിരുന്നു. ആ ഡോക്ടർ നല്ലോണം പ്രാർത്ഥിക്കുന്ന നല്ല ദൈവവിശ്വാസിയായ ഡോക്ടറാണ്. അപ്പോൾ എൻ്റെ അപ്പച്ചൻ ഇങ്ങനെ ഉപദേശിയാന്നൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സ്നേഹം തോന്നി. അപ്പച്ചനോട് പറഞ്ഞു, ഈ മകളെ ഞാൻ സൗജന്യമായിട്ട് ചികിത്സിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ പോയാൽ കാണുന്നതൊക്കെ. അങ്ങനെ ആ ഡോക്ടറും അവസാനം പറഞ്ഞു, ഇതിനെ ചികിത്സിച്ച് മാറ്റാൻ പറ്റത്തില്ല, പക്ഷേ ആ ചേച്ചി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, എത്ര വർഷമായിപ്പോൾ. അപ്പോൾ അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നെ കർത്താവിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ജീവിതം സമ്പൂർണ്ണമായിട്ട് മാറ്റിച്ചു. നല്ല ഫുൾ സപ്പോർട്ട് എനിക്ക് കിട്ടി വീട്ടിൽ നിന്ന്. അപ്പോൾ എനിക്ക് ശുശ്രൂഷയ്ക്ക് പോകാനെന്ന് പറഞ്ഞാൽ എവിടെ ശുശ്രൂഷ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല, അതിനുള്ള സാഹചര്യങ്ങളില്ല. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് എന്നെ ആൾക്കാരിങ്ങനെ സാക്ഷ്യം പറയാൻ വേണ്ടി വിളിക്കും. ഞാൻ സാക്ഷ്യം പറയാൻ പോയി. പതുക്കെ കൊച്ചു ദൈവസ്നേഹത്തിൻ്റെ ക്ലാസ്, അങ്ങനെ ക്ലാസ് എടുക്കാൻ തുടങ്ങി. മെർക്കുറി വർഗീസ് എന്നുള്ള പേര് ഇതിനിടയിൽ നാട്ടുകാർ അത് മാറ്റി എന്നെ മിക്കവാറും സാക്ഷ്യം പറയുമ്പോൾ പരിചയപ്പെടുത്തുന്ന ഇങ്ങനെയാണ്, മെർക്കുറി വർഗീസ് എന്ന് പറഞ്ഞാൽ. മെർക്കുറി വർഗീസ് ബ്രദർ വർഗീസ് ആയിട്ട് പറയും. അങ്ങനെ ഞാൻ കുര്യാക്കോസ് പൊന്നൂലിൻ്റെ അച്ഛനോടൊപ്പം, അച്ഛനാണ് എന്നെ ഈ ശുശ്രൂഷയ്ക്ക് കൈപിടിച്ചിറക്കുന്നത്. അച്ഛൻ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു. അതായത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി ഒരു അപ്പൻ്റെ സ്നേഹം എന്നൊക്കെ പറഞ്ഞു, ജ്യേഷ്ഠൻ്റെ സ്നേഹം, ഇതെല്ലാം എനിക്ക് ഒരുപോലെ അച്ഛനിൽ നിന്ന് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. എൻ്റെ ഈ ജീവിതത്തിൻ്റെ അവസ്ഥയൊക്കെ അച്ഛൻ്റെ അടുത്താണ് ഞാൻ ആദ്യമായിട്ട് കുമ്പസാരിക്കുന്നതൊക്കെ. പക്ഷേ എന്നെ എന്നും നോക്കിക്കാണുന്നത് അങ്ങനെയൊന്നുമല്ല, ഒരു വിശുദ്ധനായ ഒരു കുഞ്ഞിനെ പോലെയൊക്കെയാണ് നോക്കിക്കാണുന്നത്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ മുമ്പോട്ട് പോയ സമയത്ത് എനിക്കൊരു കല്യാണാലോചന വന്നു.
എൻ്റെ മൂത്ത സഹോദരൻ വിദേശത്ത് നിന്ന് നാട്ടിൽ ലീവിന് വന്നപ്പോൾ ഡിവൈൻ ധ്യാനം നിർത്തി ധ്യാനം കൂടാൻ വന്നു. അപ്പോൾ അവിടെ സ്റ്റേജിൽ പാട്ട് പാടുന്നൊരു പെൺകുട്ടിയെ കണ്ട് പരിചയപ്പെട്ടപ്പോൾ അവളോട് ചോദിച്ചു, ഞാൻ എൻ്റെ അനുജന് വേണ്ടി നിന്നെ കല്യാണം ആലോചിക്കട്ടെ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, ഇവിടുത്തെ അച്ഛന്മാരെ എൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ കുര്യാക്കോസ് അച്ഛനോട് പാട്ട് പാടുന്നത് ആ കുട്ടിയാണ്. അപ്പോൾ ഈ അച്ഛന്മാർ എൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, എനിക്കൊരു അഭിപ്രായമില്ലെന്ന് പറഞ്ഞ് അവൾ പിന്മാറിപ്പോയി. ചേട്ടൻ ഗൾഫിൽ ചെന്നിട്ട് കുര്യാക്കോസ് അച്ഛനൊരു കത്തയച്ചു. ഈ കത്ത് കിട്ടിയ ഉടനെ ഈ പെങ്കൊച്ചിനെ വിളിച്ച് അച്ഛൻ സംസാരിച്ചു. എൻ്റെ പെൺകുട്ടിയായിരുന്നു, അതാണ് ഇപ്പോൾ എൻ്റെ ഭാര്യ. ആദ്യം സ്നേഹിച്ച പെൺകുട്ടിയല്ല. ആ സ്നേഹിച്ച പെൺകുട്ടി ഇന്ന് ഞാൻ കാണുന്നത് എന്താണെന്നോ, ദൈവത്തിൻ്റെ ഒരു ഉപകരണമായിട്ടാണ്. അവൾ ഇന്നുണ്ടോ? അവള് വളരെ സന്തോഷത്തോടെ ചെയ്യും. ഞങ്ങൾ ഭയങ്കര കാണാറുണ്ട്. കാരണം അവൾ ദൈവത്തിൻ്റെ ഒരു ഉപകരണം. എനിക്ക് അവളോട് വെറുപ്പോ ദേഷ്യമൊന്നുമില്ല. കാരണം എനിക്ക് മനസ്സിലായി, എന്നെ ട്രാക്ക് തിരിച്ചുകൊണ്ട് ദൈവത്തിലേക്ക്, പാപത്തിൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് എന്നെ കൊണ്ടുവരാൻ ദൈവം ഉപയോഗിച്ചൊരു ഒരു മാലാഖയായിട്ടാണ് ഞാൻ ഇന്ന് കാണുന്നത്. അപ്പോൾ ഏതായാലും അച്ഛൻ ഈ കല്യാണത്തിന് സമ്മതിച്ചു. അങ്ങനെ എൻ്റെ മാതാപിതാക്കളെ കണ്ട് സംസാരിച്ചു. 94 ഓഗസ്റ്റ് മാസം 25-ാം തീയതി കൊട്ടിയം നിത്യസഹായ മാതാ ദേവാലയത്തിൻ്റെ ഉള്ളിൽ വെച്ച്, എന്ന് പറഞ്ഞാൽ എൻ്റെ അതൊരു ലാറ്റിൻ ചർച്ചാണ്. അത് അവിടെ വെച്ചാണ് എൻ്റെ ആദ്യത്തെ കൺവെൻഷൻ കൂടുന്നത്. ആ പള്ളിയിൽ വെച്ചാ ആദ്യത്തെ കൺവെൻഷൻ ആ പള്ളി മുറ്റത്ത് വെച്ചാ. അപ്പം നിങ്ങൾ ഓർത്തഡോക്സുകാർക്ക് കാത്തലിക് ചർച്ചിലേക്ക് വന്ന്, ഞാൻ കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെട്ടു. മലങ്കര കത്തോലിക്ക സഭയിലാണ് ചേർന്നിരിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ഇടപെടൽ ആ പള്ളി വെച്ചാൽ കല്യാണം നടത്തിയത്. ആ പള്ളി വെച്ച കല്യാണം നടത്തി. അതിനുശേഷം 94 ഓഗസ്റ്റ് 25 കല്യാണം നടക്കുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച്, ഞാനും എൻ്റെ ഭാര്യ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കൊണ്ട് പോകാൻ തുടങ്ങി. നയിക്കാൻ അച്ഛൻ്റെ കൺവെൻഷനുകളിൽ, കുര്യാക്കോസ് അച്ഛൻ്റെ കൂടെ, അങ്ങനെ ഞങ്ങൾ കൺവെൻഷനുകൾക്ക് ഇങ്ങനെ പോകാൻ തുടങ്ങി. അതായത് ബ്രദർ വചനം പറയും, അവള് പാട്ടുപാടും. അങ്ങനെ 1995 ഒക്ടോബർ മാസം 21-ാം തീയതി അതേ ദേവാലയത്തിൽ ഞാൻ വചനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്ത് കൊട്ടിയം ഹോളി ക്രോസ് ഹോസ്പിറ്റലിലെ ലേബർ റൂമിൽ എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നു. ഒരേ സമയത്ത്. അപ്പോൾ ഇത് രണ്ടും മുഖാമുഖമുള്ള ആശുപത്രിയും പള്ളിയും തൊട്ടപ്പുറം. അപ്പോൾ ഞാൻ അതിനുശേഷം ഈ ശുശ്രൂഷയ്ക്ക് ശേഷം പോയി കൊച്ചിനെ കാണുന്നു പോലും. അതിനുശേഷം ആ മകൾ ഇപ്പം BSc നഴ്സിംഗ് ആ ഹോസ്പിറ്റലിൽ തന്നെ പഠിച്ചു, പാസ്സായി. ഇന്ന് അവളവിടെ ജോലി എടുക്കുന്നു. അതിനുശേഷം ഞങ്ങൾ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇങ്ങനെ ഫുൾ ടൈം അങ്ങോട്ട് ഞങ്ങൾ ഇറങ്ങി. മോളെയും കൊണ്ടുപോകും. അതിനുശേഷം കർത്താവ് ഒരു മകനെ തന്നു. അതും 2004-ലാണ് ഒരു കുഞ്ഞുണ്ടാകുന്നത്. അപ്പോൾ പിന്നെ ഒരു കുഞ്ഞുണ്ടാകത്തില്ല എന്ന് കരുതി ഇരുന്ന സമയത്ത് മെഡിസിനൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം മെസ്സേജ് തന്നു, മെഡിസിൻ ഉപയോഗിക്കേണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ മെഡിസിൻ ഒന്നും ഉപയോഗിക്കാതിരുന്നപ്പോൾ കർത്താവ് ഞങ്ങളൊരു കുഞ്ഞിനെ തന്നു. ആ മകൻ ഇപ്പോൾ +2 പഠിക്കുന്നു. അതിനുശേഷം പിന്നൊരു മകളെ കർത്താവ് വീണ്ടും തന്നു. ആ മകളിപ്പം 10ാം സ്റ്റാൻഡേർഡിൽ, ഇപ്പോൾ 10th സ്റ്റാൻഡേർഡിൽ ഇപ്പോൾ പഠിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. എൻ്റെ ഭാര്യ ഒത്തിരി പ്രാർത്ഥിക്കുന്നൊരു മകളായിരുന്നു. അവൾ പ്രത്യേകം നമ്മളൊരു ജപമാല ചെല്ലുന്ന കാര്യത്തിൽ പരിശുദ്ധ അമ്മയായിട്ടൊരു ഭയങ്കര ഒരു കൂട്ടുകെട്ടവർ. അവളിലൂടെയാണ് ഞാൻ ജപമാല പ്രാർത്ഥനയുടെ ആ മാധുര്യം നുകരാൻ തുടങ്ങിയത്. അങ്ങനെ അവൾ വീട്ടിൽ വരുന്നു. എൻ്റെ മാതാപിതാക്കൾ ജപമാല എല്ലാം തുടങ്ങി. നിങ്ങൾ ഈ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ഞങ്ങൾക്ക് ജപമാല ഇല്ല, പക്ഷെ ഞങ്ങൾ മാതാവിനോട് നല്ല പ്രാർത്ഥനയും ഭക്തിയൊക്കെ ഉള്ളതാണ്. ജപമാല പ്രാർത്ഥന ഇല്ല, പക്ഷേ എൻ്റെ മാതാപിതാക്കൾ ജപമാല എല്ലാം തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അങ്ങനെ ജപമാല ചൊല്ലി ഒരുമിച്ച് ശുശ്രൂഷയ്ക്ക് ഇറങ്ങാൻ തുടങ്ങി. ആ ശുശ്രൂഷയിൽ കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായ വിധം നയിക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ, ഒരുപാട് തകർന്ന ജീവിതങ്ങളെ കർത്താവിന് വേണ്ടി നേടിയെടുക്കാൻ സാധിച്ചത്. പിന്നെ എൻ്റെ ശുശ്രൂഷയ്ക്ക് ഞാൻ പോകുന്ന സമയത്തെല്ലാം എൻ്റെ ഭാര്യ ഇരുന്ന് ശക്തമായിട്ടിരുന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കും. അപ്പോൾ ബ്രദർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാൾ പ്രസംഗിക്കുന്നു, അടുത്ത ആൾ പാടുന്നു. ആ സംഭവം ഞാൻ ഓർക്കുക, ഞങ്ങൾ കായംകുളത്ത് കുര്യാക്കോസ് പൊന്നൂരിൽ അച്ഛൻ നടത്തിയ ഒരു കൺവെൻഷനിൽ അന്ന് മോളുണ്ടായി, കൊച്ചാണ്. അന്ന് മോൾക്കൊരു 4 മാസം പ്രായമുള്ളൂ. അപ്പം അച്ഛൻ പറഞ്ഞു, എടാ നീ അവളെയും കൊണ്ട് കൊച്ചിനെ എടുത്തോണ്ട് വാ, അവിടെ ശുശ്രൂഷ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കയറുമ്പോൾ ഈ കുഞ്ഞിനെ ഭാര്യയുടെ കൈ കൊടുത്തിട്ട് വേണം എനിക്ക് കയറാനായിട്ട്. പാട്ട് തീർന്ന ഉടനെ അവൾ തിരിച്ചിറങ്ങി വന്ന് എൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിച്ചിട്ട് വേണം എനിക്ക് അകത്ത് കയറാൻ. ഞാൻ അതിനുവേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. അപ്പോൾ പാട്ട് തീർന്ന് അച്ഛൻ എന്നെ പരിചയപ്പെടുത്തി നോക്കിയപ്പോൾ എന്നെ കാണാനില്ല. പെട്ടെന്നാണ് അച്ഛൻ കാണുന്നുണ്ട് ഞാൻ കൊച്ചിനെ ഇങ്ങനെ കൊടുത്തിട്ട് ചാടി കയറി വരുന്നത്. എന്നിട്ട് അച്ഛനെ സ്റ്റേജിലൂടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അവർ കുഞ്ഞിനെ എടുത്തുകൊണ്ടാണ് ശുശ്രൂഷയ്ക്ക് വന്നത്. ഇതാണ് അനുഗ്രഹിക്കപ്പെട്ട കുടുംബം എന്ന് പറയുന്ന സംഭവം എൻ്റെ ഓർമ്മയിലുണ്ട്. എൻ്റെ മക്കളെയും പോലും കർത്താവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കി എന്നുള്ളതാണ്. അങ്ങനെ ഇന്ന് ഞങ്ങൾ കുടുംബമായിട്ട് 3 മക്കളുണ്ട് എനിക്ക്. കുടുംബമായിട്ട് ഞങ്ങളിന്ന് എപ്പോൾ ചെന്ന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ
ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ അടുത്ത വീട്ടിൽ എൻ്റെ അനുജത്തിയുണ്ട്, എൻ്റെ മക്കൾ, ഞങ്ങളിരുന്ന് അഖണ്ഡ ജപമാല നടത്തും. അഖണ്ഡ ജപമാല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ജപമാല രഹസ്യത്തിൽ 10 നന്മ നിറഞ്ഞ മറിയാം നമ്മൾ ചെല്ലുന്നത്. ഇത് 50 നന്മ നിറഞ്ഞ മറിയാം. അങ്ങനെ 4 ജപമാല. അപ്പോൾ ഒരു 4.5-4.75 മണിക്കൂർ സമയമെടുക്കും. ഇതിനിടയ്ക്ക് സ്തുതിപ്പുണ്ട്, പാട്ടുണ്ട്, പിന്നെ നിയോഗങ്ങൾ സമർപ്പിക്കും, ലോകം മുഴുവന് വേണ്ടി അങ്ങനെ ഓരോ നിയോഗം സമർപ്പിക്കും. അപ്പോൾ രാവിലെ ഒരു 9:30 തുടങ്ങിയ ഒരു 3-3:30 ആവും ചിലപ്പോൾ അത് തീരാനായിട്ട്. അപ്പം ഫാസ്റ്റിംഗ് എടുത്ത് അഖണ്ഡ ജപമാല നടത്തും. ഇപ്പോൾ വീട്ടിലിരുന്ന് തന്നെ. ഇപ്പം ഞങ്ങൾ ഈ കോവിഡ് കാലഘട്ടം വന്നപ്പോൾ അത് ആഴ്ചയിൽ ഒരെണ്ണമാക്കി മാറ്റി. മറ്റേത് മാസത്തിൽ ഒരെണ്ണമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ അഖണ്ഡ ജപമാലയിലേക്ക് വെക്കുന്ന നിയോഗങ്ങളിൽ കർത്താവ് ഇടപെടുന്നു എന്ന് കണ്ടപ്പോൾ ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞങ്ങളിവിടെ പോയി ഒരു ആരാധന നടത്തുന്നുണ്ട്, മാസത്തിൽ ഒരെണ്ണം. അപ്പോൾ അവർ സിസ്റ്റേഴ്സ് പറഞ്ഞു നമുക്കൊരു അഖണ്ഡ ജപമാല തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ ഞങ്ങൾ അഖണ്ഡ ജപമാല ആരംഭിച്ചു. ഞാനും എൻ്റെ ഭാര്യയും പോയി. അപ്പോൾ അവിടുന്ന് സിസ്റ്റേഴ്സ് വരും, സ്റ്റാഫ് വരും. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടത്തി തുടങ്ങിയപ്പോൾ സ്റ്റാഫെല്ലാം ഇങ്ങനെ ഇതിനകത്ത് പങ്കെടുക്കാൻ തുടങ്ങി. അവിടെ ഉണ്ടായ അത്ഭുതം എന്ന് പറഞ്ഞാൽ അവിടുത്തെ നേഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ ഷെറിൻ ഒരിക്കൽ എന്നോട് പങ്കുവച്ചത് ഇങ്ങനെയാണ്. 6ഓളം മക്കളില്ലാതിരുന്ന സ്റ്റാഫ്, സ്ത്രീകൾ, നേഴ്സുമാർ 6ഓളം പേർ, അവിടുത്തെ സ്റ്റാഫ് വർഷങ്ങളായി കല്യാണം കഴിച്ചിട്ട് മക്കളില്ല അവർക്ക്. ഈ അഖണ്ഡ ജപമാലയെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ 6 പേർക്ക് മക്കളുണ്ടായി. ഈ കഴിഞ്ഞ ദിവസം ഞാൻ സിസ്റ്ററോട് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്ററെ ഞാനിതിപ്പം പങ്കുവെക്കുന്നുണ്ട്, ഇങ്ങനെ 6 പേർക്ക് മക്കളുണ്ടായി. അപ്പോൾ സിസ്റ്റർ പറയുക 6 പേരെന്ന് ഞാനിത് പറഞ്ഞത് മാസങ്ങൾക്ക് മുമ്പാണ്. ഇപ്പം അതല്ല, അതിനേക്കാൾ കൂടുതൽ ആൾക്കാർക്ക് കർത്താവ് അനുഗ്രഹം ചെയ്തു കൊടുക്കുന്നു. അതുപോലെ ഒരുപാട് പേർ അവരുടെ നിയോഗങ്ങൾ ഞങ്ങളിങ്ങനെ കുറിച്ച് വെച്ച് ഹോസ്പിറ്റലിലെ രോഗികൾക്ക് വേണ്ടിയിട്ട് ഒക്കെ ഞങ്ങൾ കുറിച്ച് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ വിധം കർത്താവ് ഇടപെടുന്ന, ആ സ്ഥാപനത്തിൽ കർത്താവ് ഇടപെടുന്ന അനുഭവങ്ങൾ, കർത്താവ് ഇങ്ങനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന അനുഭവങ്ങൾ, അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ആ ഹോസ്പിറ്റലിൽ സംഭവിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഇന്ന് ആ ശുശ്രൂഷ വളരെ ശക്തമായിട്ട് ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ വേറെ ആരുമില്ല, ഞാനും എൻ്റെ ഭാര്യ, എൻ്റെ മക്കളും. മക്കൾക്ക് ഓൺലൈൻ ക്ലാസ് ഉള്ളപ്പോൾ അവർ ക്ലാസ് വരുമ്പോൾ പോയിരുന്ന് ക്ലാസ് കൂടും. ക്ലാസ് തീർന്ന ഉടനെ ഓടി വന്നിരുന്ന് അവർ ജപമാലയിൽ പങ്കെടുക്കും. അങ്ങനെ ഞങ്ങൾ ഇന്ന് കുടുംബമായിട്ട് നമ്മുടെ കുടുംബത്തിലായിരുന്നു, കുടുംബത്തെ ഒരു ദേവാലയമാക്കിക്കൊണ്ട്. ബ്രദറിൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് കുടുംബവുമായി ശുശ്രൂഷയ്ക്ക് പോകാൻ ലഭിച്ച അവസരങ്ങളും ഇതൊക്കെ മാതാപിതാക്കൾക്ക് കാണാനുള്ള അവസരം ലഭിച്ചു. അവർ രണ്ടുപേരും ഇപ്പോഴും ഉണ്ടോ? രണ്ടുപേരും മരിച്ചുപോയി. അവരുടെ മരണം എന്ന് പറഞ്ഞാൽ അതൊരു ദൈവത്തിൻ്റെ അത്ഭുതകരമായ സംഭവമായിരുന്നു. എന്തായാലും അവര് ശരിക്കും ശിമയോൻ പറഞ്ഞതുപോലെ ഇനി എന്നെ അങ്ങോട്ട് വിളിച്ചാൽ സന്തോഷം, കാരണം എൻ്റെ കണ്ണുകൾ ഈ രക്ഷ കണ്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ മകന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ സന്തോഷത്തോടെ പോകാം. സന്തോഷം എന്ന് മാത്രമല്ല, കർത്താവിൻ്റെ അത്ഭുത ഇടപെടലുണ്ടായിരുന്നു അവിടെ. ശരി. എൻ്റെ മാതാപിതാക്കളുടെ അപ്പച്ചനും അമ്മച്ചി, ഞാൻ പറഞ്ഞല്ലോ അപ്പച്ചൻ പ്രസംഗിക്കും. അപ്പച്ചൻ ആദ്യം പ്രസംഗം അമ്മച്ചിയുടെ മുമ്പിലാണ് പ്രസംഗിച്ച് കേൾപ്പിക്കുന്നത്. എന്നിട്ട് ചോദിക്കും എങ്ങനെയുണ്ടേ, കൊള്ളാമെന്ന് പറയുമ്പോൾ അടുത്ത പ്രസംഗം, അടുത്ത പ്രാർത്ഥന ഗ്രൂപ്പിലാതാ. ഇവർ ഭയങ്കര കൂട്ടുകാരെ പോലെ ഇണങ്ങും, പിണങ്ങും, തമാശ പറയും. അപ്പോൾ എൻ്റെ അപ്പച്ചൻ ഇങ്ങനെ പറയും, ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് വിളിക്കണേ. അപ്പോൾ എൻ്റെ അമ്മ പറയും, എന്നെ ആദ്യം വിളിക്കണേ, ഇത് എൻ്റെ മരണം കാണാനൊന്നും എനിക്ക് പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് 2006 എൻ്റെ അപ്പച്ചൻ ഡയബറ്റിക് ഉണ്ടായിരുന്നു. ഒരു കാലിൽ ബ്ലഡ് സർക്കുലേഷൻ നഷ്ടപ്പെട്ടിട്ട് അവസാനം ഒരു കാല് മുറിച്ചു. കാല് മുറിക്കുന്ന സമയത്തൊക്കെ അപ്പച്ചൻ പള്ളിയിലെ ശുശ്രൂഷനാണ്. അങ്ങനെ അപ്പച്ചന് പിന്നെ പള്ളിയിൽ ശുശ്രൂഷനായിട്ട് നിൽക്കാൻ പറ്റത്തില്ല, പക്ഷെ പള്ളിയിൽ പോകും. കാല് മുറിച്ച് വെപ്പുകാലൊക്കെ വെച്ചു. എൻ്റെ അമ്മയാണ് അപ്പച്ചനെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. എൻ്റെ അമ്മയാണ് അപ്പച്ചന് ഭക്ഷണം ഒരുക്കി കൊടുക്കുന്നത്. ഭയങ്കര കൂട്ടുകാരെ പോലെ. അപ്പച്ചന് 79 വയസ്സ് പ്രായമുണ്ടെന്നേരം. ആ സമയത്തും എൻ്റെ അമ്മച്ചി ഒരു കുഞ്ഞിനെ പോലെ അപ്പച്ചനെ കൊണ്ട് കിടക്കും. അപ്പച്ചനും അതുപോലെ അമ്മച്ചി വിടും. അങ്ങനെ ഒരു 1.5 വർഷം കടന്നു പോയപ്പോൾ അപ്പച്ചൻ അടുത്ത കാലിലും ബ്ലഡ് സർക്കുലേഷൻ നഷ്ടപ്പെട്ടു. അപ്പോൾ വേദനയായി. അപ്പോൾ ഇളി മുതൽ ബ്ലഡ് സർക്കുലേഷൻ നഷ്ടപ്പെട്ടു. പിന്നെ അവസാനത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇളി വെച്ച് കാല് 2 മുറിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മുറിച്ചാൽ ഉണങ്ങാൻ സാധ്യതയില്ല. അങ്ങനെ എൻ്റെ അപ്പച്ചനെ അവസാനം ഡോക്ടർമാർ പറഞ്ഞു മുറിക്കണ്ട എന്നൊക്കെ പറയും. അപ്പച്ചന് ഭയങ്കര വേദന. ആ സമയത്ത് അപ്പച്ചൻ ഒരു പക്ഷേ മരിച്ചാൽ മതി എന്ന് പോലും ചിന്തിച്ചു എന്നാണ് അപ്പച്ചൻ പറഞ്ഞത്. അങ്ങനെ അപ്പച്ചൻ ചിന്തിച്ച ആ സമയത്ത് രാത്രിയിൽ ഈശോ അപ്പച്ചൻ അടുക്കൽ വന്നു എന്നിട്ട് പറഞ്ഞു, നിൻ്റെ ജീവൻ ഞാൻ തന്നതാ, ഞാൻ അറിയാതെ എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിന്നെ ഞാൻ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകാൻ വയ്യ, അതുകൊണ്ട് നീ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി നീ ഒന്ന് ഒരുക്കുകയാണെന്ന് പറഞ്ഞു. അപ്പച്ചൻ അന്ന് മുതൽ പിന്നെ ഈ വേദന അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ തുടങ്ങി. അച്ഛനെ വിളിച്ച് രോഗീലേപനം വേണമെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, ഇപ്പോൾ അതിനുള്ള അവസരമൊന്നും ആയില്ലല്ലോ, അത്രയൊന്നും ഗുരുതരമൊന്നും അല്ലല്ലോ. അപ്പച്ചൻ പറഞ്ഞു, രോഗീലേപനം എന്ന് പറഞ്ഞാൽ സുബോധത്തോടെ സ്വീകരിക്കേണ്ട ഒരു കൂതാശയായത്.
എനിക്ക് എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ പോകാൻ ഒരുക്കത്തോടെ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. പ്രത്യേകിച്ച് ഈ കൂദാശയുടെ ഒരു പേര്, ഈ അന്ത്യകൂദാശ എന്നുള്ള ഒരു പേരും കൂടെ അന്ത്യകൂദാശ എൻ്റെ അപ്പച്ചൻ ശുശ്രൂഷകനാ, അതുകൊണ്ട് എൻ്റെ അപ്പച്ചൻ അറിയാം ഇത് അന്ത്യകൂദാശയല്ല, ഇത് ഒരുക്ക ശുശ്രൂഷയാണെന്ന് അറിയായിരുന്നു. അപ്പോൾ ഓർത്തഡോക്സ് സഭയിലാണ് അപ്പച്ചൻ. അപ്പോൾ അച്ഛൻ വന്ന് കുമ്പസാരിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ പള്ളി കുർബാന ചൊല്ലി അച്ഛൻ കൊണ്ടുവന്ന് വിശുദ്ധ കുർബാന കൊടുത്തു. രോഗീലേപനം കൊടുക്കുമ്പോൾ ആ മുറിയുടെ മൂലയ്ക്ക് എൻ്റെ അമ്മ അല്പം നിരാശയോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ടു. കാരണം എൻ്റെ അമ്മയുടെ ആഗ്രഹമാണ് ആദ്യം മരിക്കണം എന്നുള്ളത്. എൻ്റെ അമ്മയുടെ സ്വപ്നങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് അപ്പച്ചൻ പോവുകയാണ്. എൻ്റെ അമ്മ ഇങ്ങനെ വേദനയോടെ നിന്നപ്പോൾ ഞങ്ങൾ അമ്മയോട് പറഞ്ഞു, അമ്മേ അപ്പച്ചൻ ഇനി അധിക ദിവസങ്ങളില്ല, ഡോക്ടർ പറഞ്ഞതനുസരിച്ച് 3 മാസത്തിനുള്ളിൽ മരിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് അമ്മ ധൈര്യപ്പെടണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടത്തില്ല. അമ്മ പരിശുദ്ധ അമ്മയെ പോലെയാണ്, ഒരു നിശബ്ദമായിട്ട് എല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. എൻ്റെ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടൽ തുടങ്ങി. അങ്ങനെ അപ്പച്ചൻ പറഞ്ഞു അമ്മച്ച ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തു. എക്സ്റേ എടുത്തപ്പോൾ ലങ്സിനകത്ത് എന്തോ ചില പ്രശ്നം, ന്യൂമോണിയ ആണെന്ന് കരുതി. ന്യൂമോണിയ ആണെന്ന് നോക്കി ടെസ്റ്റ് ചെയ്തപ്പോൾ ന്യൂമോണിയ അല്ല. അപ്പം നോക്കിയപ്പോൾ ലങ്സിൽ TB ആണെന്ന് കരുതി. അതിനെ ടെസ്റ്റ് ചെയ്തു, റിസൾട്ട് വന്നപ്പോൾ TB അല്ല. അപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ച് പറഞ്ഞു അമ്മച്ചയുടെ ലങ്സിൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ക്യാൻസർ ആയിരിക്കാം, അപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, ലങ്സ് കംപ്ലീറ്റ് പോയി. അങ്ങനെ എൻ്റെ അമ്മച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് 18-ാം ദിവസം എൻ്റെ അമ്മച്ചി മരിക്കും. 16-ാം ദിവസം അമ്മച്ചിക്ക് രോഗീലേപനം കിട്ടി. അച്ഛൻ ICU ആഗ്രഹം പോലെ തന്നെ അച്ഛൻ ICUയിൽ വന്ന് എൻ്റെ അമ്മച്ചിക്ക് രോഗീലേപനം, വിശുദ്ധ കുർബാന കൊടുത്തു, രോഗീലേപനം കൊടുത്തു. അപ്പോൾ ആ സമയത്ത് അമ്മച്ചി ഓർത്തഡോക്സ് സഭയില. ആ സമയത്ത് ഓർത്തഡോക്സിൽ അച്ഛനെ രാത്രി ഞാൻ എവിടെയോ നിന്നപ്പോൾ സിസ്റ്റർ എന്നെ വിളിച്ച് പറയുന്നത് അമ്മച്ചിക്ക് കൂടുതലാണ് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു സിസ്റ്ററെ രാത്രി 10 മണിയായി, സിസ്റ്ററെ എവിടെ നിന്നെങ്കിലും അച്ഛനെ കിട്ടുമോ എൻ്റെ അമ്മച്ചിക്ക് ഒന്ന് രോഗീലേപനം കൊടുക്കാൻ. അപ്പോൾ തന്നെ കൊല്ലം രൂപതയിലെ ഒരു ഹൂബർട്ട്, ഒത്തിരി വിശുദ്ധനായ അച്ഛൻ ആ രാത്രിയിൽ ICU വന്ന് എന്നെ ഫോൺ ചെയ്തു. ഞാൻ പറഞ്ഞു അച്ഛാ അമ്മച്ചി നല്ലോണം കുമ്പസാരിപ്പിക്കണം എന്ന് പറഞ്ഞു. കുമ്പസാരിപ്പിച്ച് കുർബാന കൊടുത്ത് രോഗീലേപനം കൊടുത്ത് 2 ദിവസം കഴിഞ്ഞ് എൻ്റെ അമ്മച്ചി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോയി. അമ്മച്ചിയുടെ ആഗ്രഹം പോലെ തന്നെ അമ്മച്ചിയുടെ ആഗ്രഹം സാധിച്ചു എന്നുള്ളതാണ് ഈ സംഭവം. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ അമ്മച്ചിയുടെ ഡെഡ് ബോഡി വീട്ടിൽ കൊണ്ടുവന്നു. വലിയ മിറക്കിളാണല്ലോ. മിറക്കിളാ, അതിനേക്കാൾ വലിയൊരു മിറക്കിളാ എന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അമ്മച്ചിയുടെ ബോഡി വീട്ടിൽ കൊണ്ടുവന്ന് അന്ന് വൈകിട്ട് അമ്മച്ചി അടക്കി. കൃത്യം 10-ാം ദിവസം എൻ്റെ അപ്പച്ചനും ഈശോയുടെ സന്നിധിയിലേക്ക് പോയി. അപ്പോൾ അമ്മച്ചിയെ അടക്കിയ കല്ലറയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബ കല്ലറ. അപ്പച്ചൻ മരിക്കുന്നതിന് മുമ്പ് കല്ലറയൊക്കെ പള്ളിയിൽ ക്രമീകരിച്ചിരുന്നു. ഒരു 12 അടുത്ത് ആവശ്യമുള്ള ഒരു കല്ലറയാണ്. അതിനടിയിൽ അമ്മച്ചിയുടെ ബോഡി വെച്ചിട്ട് ഈ കല്ലറയിൽ മണ്ണോ വേറെ ഒന്നും ഇട്ടിട്ടില്ല. അന്നേരം നമ്മളൊന്നും ചിന്തിക്കാൻ പോയില്ല. അമ്മ മരിച്ചതിൻ്റെ ആ ഒരു വിഷമവും ദുഃഖവും, കാരണം ആൾക്കാരെല്ലാം വരുന്ന അപ്പച്ചൻ മരിച്ചെന്ന് കരുതിയ അമ്മ, ആൾക്കാർ വരുമ്പോഴേക്കും അമ്മ ചുണയായിട്ട് നിൽക്കുകയല്ലേ, വന്ന് വീട്ടിൽ വരുമ്പോഴും അറിയുന്നത് അമ്മയെ മരിച്ചെന്ന്. അപ്പച്ചൻ മരിച്ചെന്ന് അറിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം വന്നിട്ട് ആദ്യം ചോദിച്ചത് അപ്പച്ചൻ എവിടെ അടക്കും. ഞാൻ പറഞ്ഞു അമ്മയെ അടയ്ക്കാൻ കല്ലറ അടക്കണം, ഒരുമിച്ച് മരിക്കാൻ ആഗ്രഹിച്ചവരെ ഒരുമിച്ച് അടക്കണം. ഒരു പറഞ്ഞാൽ കല്ലറ തുറക്കാൻ പറ്റത്തില്ല, 10 ദിവസമായ ഡെഡ് ബോഡിയാണ്, അത് ജീർണിച്ച് തുടങ്ങി കാണും, ദുർഗന്ധം വമിക്കും, ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവും. മണ്ണിട്ട് മൂടിയിട്ടില്ല, ഈ സ്രാവ് പൊക്കിയ ദുർഗന്ധം വമിക്കും, 10 ദിവസമായി. അപ്പം കുറേ ആൾക്കാർ പറഞ്ഞു കല്ലറ തുറക്കാൻ പറ്റത്തില്ല, നിങ്ങൾ മറ്റൊരു സജ്ജീകരണം ചെയ്യുന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ വാശി പിടിച്ച് പറഞ്ഞു കല്ലറ തുറക്കണമെന്ന് പറഞ്ഞു. കല്ലറ ഓപ്പൺ ചെയ്തപ്പോൾ ഒരു ദുർഗന്ധമില്ല. എൻ്റെ അമ്മയുടെ ഡെഡ് ബോഡി ആ കല്ലറയിൽ അഴുകാതെ കർത്താവ് പരിപാലിച്ചു 10 ദിവസമായിട്ട്. അതേ കല്ലറയിൽ എൻ്റെ അപ്പച്ചൻ്റെ ബോഡി കൊണ്ടുവച്ചു. ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധ അമ്മ ഒരു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ജപമാല ഭക്തിയോടെ ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ ഒരുക്കമുള്ള മരണം നൽകും. ഒരുക്കമുള്ള മരണം, ഒരു ഒരുങ്ങിയേ മരിക്കത്തുള്ളൂ. എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും ഈ രോഗീലേപന ശുശ്രൂഷ സ്വീകരിച്ച് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് മരിക്കാനുള്ള ഭാഗ്യം കിട്ടി. വളരെ സന്തോഷകരമായ ഈ ജീവിത യാത്രയിലും എല്ലാ ശുശ്രൂഷകരുടെയും ജീവിതത്തിലുണ്ടാകുന്ന ചില സഹനങ്ങളുടെയൊക്കെ വഴികളിലൂടെ അങ്ങും കടന്നു പോയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളെ എങ്ങനെയാണ് ബ്രദറിന് അതിജീവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? കർത്താവിൽ ആശ്രയിക്കുന്നവർ അവർ ശക്തി പ്രാപിക്കും. അവർ ഓടിയ തളരുകയില്ല, അവർ നടന്നാൽ ക്ഷീണിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് വരെ ഞങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ ഒരു സന്ദേശമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഏത് കാര്യവും കർത്താവ് സാധിച്ചിരുന്നു. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ മക്കളെയും കൂട്ടും, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആ നിയോഗം പറയും. അത് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇന്ന് വരെ ഒരുപാട്, ഈ പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ കാലഘട്ടം 1.5 വർഷമായി ശുശ്രൂഷകൻ എന്ന് പറയുമ്പോൾ അറിയാം, മറ്റൊരു ഉപജീവന മാർഗങ്ങൾ വേറെ ഒന്നുമില്ല.
ഫുൾ ടൈം ശുശ്രൂഷയ്ക്ക് ജീവിതം മാറ്റി വെച്ചതാണ്. ഈ കോവിഡ് തുടങ്ങിയ സമയത്ത് അത്യാവശ്യം എൻ്റെ വീട്ടിൽ ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണ സാധനം വാങ്ങിച്ചു വെച്ചു. ഞാൻ ഒരു കുറച്ച് പൈസ മാത്രം കയ്യിലുണ്ട്. എന്നിരിക്കുന്ന സമയത്താണ് ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ആൻ്റണി പയ്യപ്പിള്ളച്ചനോടൊപ്പവും അതിനോടൊപ്പം ഒരു 12 വർഷത്തോളമായി പാലക്കാട് ധോണി മരിയൻ റിന്യൂവൽ സെൻറ്ററിൽ ഇവിടെ റെനി പുല്ലുകാലി അച്ഛനോടൊപ്പം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ റെനി അച്ഛൻ എന്നെ വിളിച്ച് ഇങ്ങനെ ചോദിച്ചു, ചേട്ടാ അവിടെ ബ്രദറെ അവിടെ വീട്ടിലെ സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഉണ്ടച്ചാന്ന് പറഞ്ഞു. റെനി അച്ഛൻ അങ്ങനെ വിളിച്ചു ചോദിച്ചു, ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചു. സാധനം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഇത് 1 മാസത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചു വെക്കാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ അച്ഛൻ എനിക്ക് എവിടുന്നോ പൈസ അറേഞ്ച് ചെയ്ത് എനിക്ക് സാധനമൊക്കെ വാങ്ങിക്കാനുള്ള പൈസ എനിക്ക് അച്ഛൻ അക്കൗണ്ടിൽ ഇട്ട് തന്നു. അതിനുശേഷം ഇങ്ങോട്ട് നോക്കിയാൽ ഈ 1.5 വർഷക്കാലം എൻ്റെ വീട്ടിൽ ഒരിക്കൽ പോലും അരിയിരിക്കുന്ന കലത്തിൽ അരി തീരാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഈ അടുത്ത ദിവസങ്ങളുണ്ടായ സംഭവം പറയാം. എനിക്ക് പരിചയമുള്ള കൊല്ലത്തുള്ള ഒരു ബ്രദർ അപ്രതീക്ഷിതമായിട്ട് എൻ്റെ വീട്ടിലേക്ക് വരിക. അപ്പോൾ ഞാൻ എൻ്റെ മോളെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയി, അവൾക്ക് ഭക്ഷണം കൊണ്ട് പോയി. ഇദ്ദേഹം വീട്ടിൽ കൊണ്ടുവന്ന് വണ്ടി കാറ് നിർത്തിയിട്ട് കാറിൻ്റെ ഡിക്കി തുറന്ന് അതിനകത്തുനിന്ന് അരി, ഉപ്പ്, മുളക്, കടല, പയർ, എണ്ണ, ചിക്കൻ ഉൾപ്പെടെ ഇതെല്ലാ സാധനങ്ങളും വീട്ടിലോട്ട് ഇറക്കി വയ്ക്കുക. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ചോദിച്ചത് എന്താ ഇങ്ങനെ? അദ്ദേഹം പറഞ്ഞു അതൊന്നുമില്ല. അദ്ദേഹം അങ്ങനെ വീട്ടിൽ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചിട്ട് പോയി. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനയിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ ബ്രദർ വിജയൻ ആൻ്റണി എന്ന് പറയും. ഈ ബ്രദർ അവിടെ ചെന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ചു പറയുക, 3-4 ദിവസമായിട്ട് ശക്തമായ പ്രേരണ കിട്ടുന്നു വർഗീസിൻ്റെ വീട്ടിൽ പോകണം, വർഗീസിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഈ സാധനങ്ങൾ കൊണ്ടുപോകണം എന്ന്. ബ്രദറെ, വാസ്തവമായിട്ടും ഒരു കാര്യം പറയാം. ഈ കോവിഡിൻ്റെ സമയത്ത് നമുക്കറിയാം എല്ലാവർക്കും വളരെ ഞെരുക്കവും പ്രയാസങ്ങളിലൂടെയൊക്കെയാണ് നമ്മുടെ സാധാരണ മനുഷ്യരെല്ലാം കടന്നു പോകുന്നത്. എന്നാൽ ശുശ്രൂഷകരുടെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. വളരെ ജനുവിനായിട്ട് കർത്താവിനെ സ്നേഹിച്ച് ജീവിക്കുന്ന അങ്ങനെയുള്ളവരുടെ വീടുകളിൽ വേറെ വരുമാന മാർഗങ്ങളൊന്നുമില്ലെന്നേ, ഒന്നുമില്ല. പക്ഷെ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഒന്നിനും ഒരു കുറവും വരാറില്ല. എനിക്ക് തോന്നുന്നു മുമ്പത്തേനേക്കാൾ കുറച്ചുകൂടെ സമർത്ഥമായിട്ട് ഇതാ നമ്മുടെയൊക്കെ നടത്തിപ്പ് ബ്രദറെ മോളിൽ നിന്നാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നടത്തിപ്പ് മോളിൽ നിന്നാണ്. നമ്മൾ ഇവിടുത്തെ കാര്യം നോക്കിയാൽ മതി. കർത്താവിന് വേണ്ടി ഇവിടുത്തെ കാര്യം നോക്കിയാൽ നമ്മുടെ കാര്യം മോളിൽ നിന്ന് നോക്കിക്കോളൂ. ഈ കോവിഡ് കാലം എന്നെ പഠിപ്പിച്ചൊരു സത്യമുണ്ട്. ദാനിയേൽ പ്രവാചകൻ സിംഹക്കൂട്ടിൽ കിടക്കുമ്പോൾ ഹബക്കൂക്ക് പ്രവാചകന്റെ കയ്യിലിരിക്കുന്ന ഭക്ഷണം ദൈവദൂതൻ ഹബക്കൂക്കിനെ തലമുടിക്ക് പൊക്കിയെടുത്ത് കൊണ്ടുപോയി ഇറക്കി കൊടുത്തെന്നൊക്കെ നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്. ഞാൻ കാര്യം വചനം പ്രസംഗിക്കുന്നവരെങ്കിലും ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്, അത് നമ്മളെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ വേണ്ടി ഒരു പക്ഷേ ദൈവം ഒരു സംഭവം, ഒരു കഥ ആയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ പറയും അത് കഥയല്ലത്. ഏലിയ പ്രവാചകൻ ബെർശേബ മരുഭൂമി കിടക്കുമ്പോൾ കാക്കയുടെ കയ്യിൽ അപ്പം കൊടുത്തു വിട്ടു എന്ന്. കാക്കയുടെ കയ്യിൽ അപ്പം കൊടുത്തിട്ട് കാക്ക അങ്ങ് എത്തിക്കുമോ? പക്ഷേ ഇന്ന് ഞാൻ പറയും അത് സത്യമാണെന്ന്. കാരണം ഈ കോവിഡ് കാലം എന്നെ അത് പഠിപ്പിച്ചു. മന്ന ഇറക്കുന്നത് പോലെ എല്ലാ മേഖലകളും. ബ്രദറിനെ മാത്രമല്ല, അനേകം ദേവദാസന്മാരുടെ ഒരു അനുഭവം, വിശ്വസ്തതയുള്ള എല്ലാ ദൈവമക്കളെയും കർത്താവ് ഇതുപോലെ പോയിട്ട് ഒത്തിരി അനുഭവങ്ങൾ എനിക്കറിയാം. അതോടൊപ്പം തന്നെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, അന്നൊരു പ്രവാചകനായ ഹബക്കൂക്കിനെയാണ് കർത്താവ് അയച്ചത്. നമുക്കൊരു വലിയ വിളിയുണ്ട്, ഒരു ഹബക്കൂക്കായിട്ട് മാറാനുള്ള വിളിയുണ്ട്. ഇതുപോലെ സിംഹങ്ങളുടെയൊക്കെ കുഴി കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. അതെ അതെ. കർത്താവ് ഈ കാലങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ ഒത്തിരി ശുശ്രൂഷകരെ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെയോടൊപ്പം ശുശ്രൂഷ ചെയ്തിരുന്ന കൊല്ലത്തുള്ളൊരു സഹോദരൻ കോവിഡ് ബാധിച്ച്, ഞാൻ അവസാനം അറിയുന്നു കോവിഡ് ബാധിച്ച്, അതൊന്നും അദ്ദേഹം എന്നെ അറിയിച്ചില്ലായിരുന്നു. അങ്ങനെ അറിഞ്ഞു, വിളിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, വളരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഇങ്ങനെ വിഷമമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അക്കൗണ്ട് നമ്പർ ചോദിച്ചു. അപ്പോൾ എൻ്റെ അവസ്ഥ അറിയാമല്ലോ. അപ്പം നമുക്ക് ഇങ്ങനെ ദൈവം ടൈറ്റായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നു, കുറവില്ല. പക്ഷേ ഈ കുറവിൽ നിന്ന് ഈ ഇപ്പോൾ അവസ്ഥയിൽ നിന്ന് ഞാൻ അദ്ദേഹത്തിന് കുറച്ച് പൈസ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തു. വളരെ കുറച്ചേ ഉള്ളൂ, ഇട്ടുകൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു പറയാന്നേ, അദ്ദേഹത്തിൻ്റെ അവിടെ ഒരു ആശാരി പണി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ മരിച്ചുപോയി കോവിഡ് വന്ന്. അവൻ്റെ ഭാര്യ ഭയങ്കര കഷ്ടപ്പാടില്ല. അവൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ എന്നെ ഒന്ന് സഹായിക്കുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഈ കൊടുത്തതിൻ്റെ പങ്ക് അദ്ദേഹം എന്ത് ചെയ്തു, അവൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എന്ന് പൗലോസ്ലീഹ പറഞ്ഞത്. വാസ്തവത്തിൽ അതെല്ലാം ഇന്ന് ഇതിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. കർത്താവ് അത്ഭുതകരമായിട്ട് നമ്മളെ നയിക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ. പിന്നെ സഹനത്തിൻ്റെ ചൂളയിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് ഒരുപാട്.
വളരെയേറെ സഹനത്തിൻ്റെ ചൂളകൾ. ഇപ്പം ശുശ്രൂഷ ജീവിതത്തിലൊക്കെ തന്നെ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് പറഞ്ഞല്ലോ, സാമ്പത്തികമായ ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷകൾക്കിടയിൽ തന്നെ ഒത്തിരിയേറെ ഞാനൊരു പള്ളിയിൽ എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു. നാട്ടിൽ തന്നെയാണ്, ഒരു കൊച്ചു പള്ളിയാണ്. അപ്പോൾ എൻ്റെ ഭാര്യയെ പാടാനായിട്ട് കൊണ്ടുപോയി. ആ സമയത്ത് എനിക്ക് 2 വീലറില്ല, കാറില്ല. അപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ച് പോകാനായിട്ട് കൈ പൈസ ഇല്ല. അപ്പോൾ ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരമുണ്ട്. അന്ന് ചെറുപ്പമാണ്. അപ്പോൾ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എടി നമുക്കൊരു കാര്യം ചെയ്ത് നടന്നാലോ, കൊന്തയിൽ കൊണ്ട് നടക്കാമെന്ന് പറഞ്ഞു. 5 കിലോമീറ്റർ ഞങ്ങൾ നടന്ന് ആ പള്ളിയിൽ ചെന്ന് ഞങ്ങൾ ശുശ്രൂഷ നടത്തി. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ഈ ശുശ്രൂഷ ജീവിതത്തിലുണ്ടാക്കി ഇന്നുവരെ എൻ്റെ ആത്മീയ പിതാവ് കുര്യാക്കോസ് പുന്നൂൽ അച്ഛൻ എനിക്ക് അന്ന് തന്ന ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്തുനിന്ന് പോലും പൈസ ചോദിച്ചു വാങ്ങിക്കരുത്. ഒരാളോട് പോലും പൈസ ഇല്ല, കുറവായിപ്പോയി എന്ന് പറയരുത്. ഈ നിമിഷം വരെ ഞാനത് വിശ്വസ്തയോടെ പാലിച്ചിട്ടുണ്ട്. ഒരാളോട് ഒരു സ്ഥലത്തും ചോദിച്ചിട്ടില്ല. എവിടെ ശുശ്രൂഷയ്ക്ക് പോയാലും തിരിച്ചുള്ള വണ്ടിക്കൂലികളുടെ പൈസ കൊണ്ടേ പോകത്തുള്ളൂ, അല്ലെങ്കിൽ തിരിച്ച് നടന്നു വരും. എന്നാലും ശരി തന്നെ, കർത്താവിന് മുമ്പിൽ ആ ഒരു വാഗ്ദാനം അത് ഞാൻ വിശ്വസ്തയോടെ കാത്തു സൂക്ഷിച്ചപ്പോൾ വാസ്തവമായിട്ടും ഒരു വിളി ലഭിച്ചിട്ടുള്ളവനും കർത്താവിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പോകുന്നവൻ്റെയും പ്രത്യേകത അത് തന്നെയാണ്. അതെ അതെ ബ്രദറെ, ഭയങ്കര സന്തോഷം തോന്നുന്നു. ബ്രദറിൻ്റെ ഈ അനുഭവങ്ങളൊക്കെ അനേകം എന്താ പറയുക, ഒത്തിരി ശുശ്രൂഷകരെയും തീപിടിപ്പിക്കുന്ന അനുഭവങ്ങളാണ്. അതോടൊപ്പം തന്നെ സാധാരണക്കാരായ മനുഷ്യർ, മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾക്ക്, ഇതെല്ലാം അവർക്കെല്ലാം ഒരു വലിയ പ്രചോദനം നൽകുന്ന സന്ദേശമാണ് അങ്ങയുടെ ഈ ജീവിതം. പ്രത്യേകിച്ച് ഭാര്യയും മക്കളും എല്ലാം ഒരുമിച്ച് പ്രാർത്ഥനയുടെ ഒരു ജീവിതം, കുടുംബമായിട്ട് ശുശ്രൂഷയ്ക്കായി പോകാൻ സാധിക്കും. ഇതൊക്കെ ഈ ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ദൈവാനുഗ്രഹങ്ങളിലൊന്നാണ്. പലരുടെയും ധാരണ ഈ അനുഗ്രഹം എന്നൊക്കെ പറയുന്നത് വലിയ വീട് വെക്കുക, വിലപിടിപ്പുള്ള വണ്ടി ഉണ്ടാകുക, മക്കളൊക്കെ വലിയ ഉന്നതമായ നിലകളിലൊക്കെ എത്തിച്ചേരുക, ഇതൊക്കെയാണ് അനുഗ്രഹം എന്നാണ്. നിശ്ചയമായിട്ടും അതിനകത്തൊക്കെ ഒരു ബ്ലെസ്സിങ് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ ഉന്നതമായ ഒരു ബ്ലെസ്സിങ് ആണ് ബ്രദറെ ഈ ജീവിതം എന്ന് പറയുന്നത്. എൻ്റെ ശുശ്രൂഷ വലിയ ഒരു ആനന്ദം വേറെ എന്താ ഉള്ളത്? എൻ്റെ ഭാര്യയാണ് എൻ്റെ പവർ. ഒരിക്കലും അവൾ തടസ്സം നിന്നിട്ടില്ല ഒന്നിനും. എത്ര ദിവസം വേണമെങ്കിലും ശുശ്രൂഷയ്ക്ക് പോയാലും കഷ്ടതകളൊക്കെ ഉണ്ടായപ്പെടും. അതായത് ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാത്ത അവസരങ്ങളൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവും. ആ സമയത്ത് പോലും ഒരു പരാതിയില്ല. ഞാനൊന്ന് തകർന്നാലും അവളെ താങ്ങി പിടിക്കുന്നത്. ഇതിൽ പരം ഒരു ബ്ലെസ്സിങ് എന്താ? ആണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. ബ്രദറിന്റെ ഈ ജീവിത അനുഭവങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, ഒപ്പം ഷെക്കന ടെലിവിഷന് വേണ്ടി ഒരു കാരുണ്യവാനായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇപ്പോൾ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, തകർന്ന കുടുംബങ്ങളുണ്ട്, നിരാശപ്പെട്ട കുടുംബങ്ങളുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന കുടുംബങ്ങളുണ്ട്, മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളെ ഓർത്ത് വേദനിക്കുന്ന സഹോദരങ്ങളുണ്ട്. എല്ലാവരും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ വലിയ ആശ്വാസം എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉണ്ട്, അവൻ ബലപ്പെടുത്തും, ശക്തിപ്പെടുത്തും എന്നുള്ള ആ വലിയൊരു ബോധ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം അനേക ജീവിതങ്ങളെ മാറ്റിമറിക്കാൻ ഈ കാലഘട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ഷെഖേന മിനിസ്ട്രിയെ, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഇത് ലോകം മുഴുവൻ പ്രകാശിക്കുന്ന ഒരു ദീപം ആയി മാറുവാൻ നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കണമേ. അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങളെല്ലാം ചേർത്ത് വെക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്തുതിയായിരിക്കട്ടെ.